ഓക്കെ, വെൽക്കം ടു സ്റ്റഡി ബോർഡ്. നമ്മുടെ മോഡ്യൂൾ 3 നമുക്കൊരു ചാപ്റ്ററും കൂടി ഒരു യൂണിറ്റും കൂടി വരുന്നുണ്ട്. യൂണിറ്റ് 4 ഇതുകൂടി കഴിഞ്ഞാൽ മോഡ്യൂൾ 3 കഴിയാണ്. വാല്യൂ ഓഫ് സപ്ലൈ അണ്ടർ ജി എസ് ടി. ഇതിൽ ചെറിയ കുറച്ച് പ്രോബ്ലംസ്, ആ ജി എസ് ടിൻ്റെ വാല്യൂ മനസ്സിലാക്കി നമ്മൾ എന്താണ് കുറച്ച് ചെറിയ പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോൾ വാല്യൂ ഓഫ് സപ്ലൈ അണ്ടർ ജി എസ് ടി. അപ്പോൾ ആദ്യം ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വാട്ട് യു മീൻ ബൈ വാല്യൂ ഓഫ് സപ്ലൈ എന്ന് ചോദിക്കും. ആദ്യം ഇതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അതിലൊന്ന് പെൻസിലോണ്ട് എഴുതിയിട്ട്, ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ എന്താണെന്ന് പെൻസിലോണ്ട് എഴുതി ടെക്സ്റ്റിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ട് വായിക്കണേക്ക് നന്നാവും കേട്ടോ. വാല്യൂ ഓഫ് സപ്ലൈ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് അണ്ടർ ജി എസ് ടി ആസ് ഇറ്റ് ഡിറ്റർമിൻസ് ദ ജി എസ് ടി പേയബിൾ ഇൻ ട്രാൻസാക്ഷൻ. അതായത് വാല്യൂ ഓഫ് സപ്ലൈ എന്നാണ് ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ് അണ്ടർ ജി എസ് ടി ആസ് ഇറ്റ് ഡിറ്റർമിൻസ്. അതാണ് എന്ത് ഡിറ്റർമിൻ ചെയ്യുക, എത്ര ജി എസ് ടി അടയ്ക്കണം എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നതാണ് വാല്യൂ ആണ് അല്ലേ. ആ വാല്യൂ നോക്കിയിട്ടാണ് അതിന് പുറത്ത് 6% കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജി എസ് ടി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിംപ്ലി ദ വാല്യൂ ഓഫ് ജി എസ് ടി ഓഫ് എ ട്രാൻസാക്ഷൻ ഇസ് ദ പ്രൈസ് ഓർ കൺസിഡറേഷൻ പെയ്ഡ് ബൈ ദ കസ്റ്റമർ ടു ദ സപ്ലയർ. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് വാല്യൂ ഓഫ് സപ്ലൈ എന്താണ്, എത്ര വിലയാണോ കസ്റ്റമർ സപ്ലയർക്ക് കൊടുത്തത് എന്നുള്ളതാണ്. ഇനി വാല്യുവേഷൻ ഓഫ് സപ്ലൈ അണ്ടർ ജി എസ് ടി എന്താണെന്നുള്ളതാണ്. ജി എസ് ടി വിൽ ബി ചാർജ്ഡ് ഓൺ ദ ട്രാൻസാക്ഷൻ വാല്യൂ. The transaction value is the price paid or payable for supply of goods or service between unrelated parties. ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ കൊടുത്ത് ട്രാൻസാക്ഷൻസ് ഇടപാട് നടത്തുന്നതിൻ്റെ പേരാണെന്ത്, ട്രാൻസാക്ഷൻ. അപ്പോൾ ജി എസ് ടി എന്താണ്, ട്രാൻസാക്ഷൻ വാല്യൂ കണ്ടുപിടിക്കുന്നതിൻ്റെ പേരാണെന്ത്, വാല്യുവേഷൻ ഓഫ് സപ്ലൈ. ദ വാല്യൂ ഓഫ് സപ്ലൈ അണ്ടർ ജി എസ് ടി എന്തൊക്കെ വരും, എനി ടാക്സസ്, ഡ്യൂട്ടീസ്, സെസ്, ഫീസ് ആൻഡ് ചാർജസ് ലെവീഡ് അണ്ടർ എനി ആക്ട് എക്സെപ്റ്റ് ജി എസ് ടി. അതായത് മറ്റ് ആക്ടുകൾ, ജി എസ് ടി അല്ലാതെ മറ്റ് ടാക്സുകളോ ഡ്യൂട്ടീസോ സെസ്സോ ഫീസോ ഒക്കെ വരുമെന്നാണ്, അതൊക്കെ അതിൻ്റെ പ്രൈസിലേക്ക് വരും. അതൊക്കെ കൂട്ടിയിട്ടാണ് വാല്യൂ വരിക. എനി എമൗണ്ട് ദാറ്റ് ദ സപ്ലയർ ഈസ് ലയബിൾ ടു പേ വിച്ച് ഹാസ് ബീൻ ഇൻകേർഡ് ബൈ ദ റെസിപ്ഷ്യൻറ്റ് ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൈസ്. അതായത് സപ്ലയർ കൊടുക്കേണ്ട പൈസ എന്താണ്, ഇത് ഉൾക്കൊള്ളിക്കില്ല പ്രൈസിൽ. ദ വാല്യൂ വിൽ ഇൻക്ലൂഡ് ഓൾ ഇൻസിഡൻ്റൽ എക്സ്പെൻസസ്. എല്ലാ ഇൻസിഡൻ്റൽ എക്സ്പെൻസും എന്താണ് വാല്യൂവിൽ വരും. ഇൻ റിലേഷൻ ടു sale such as packing, commission, etc. Subsidies linked to supply except government subsidies will be included. അതായത് ഗവൺമെൻറ് സബ്സിഡി എന്താണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യും. ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൽറ്റി ഫോർ ഡിലേഡ് പേയ്മെൻറ്റ് ഓഫ് കൺസിഡറേഷൻ വിൽ ബി ഇൻക്ലൂഡഡ്. അതായത് ഇൻട്രസ്റ്റ്, ലേറ്റ് ഫീ, പെനാൽറ്റി ഇതൊക്കെ എന്താണ് ഇതിൽ പെടും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ജി എസ് ടി ഷാൽ ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ പഠിച്ചു വെക്കുക. എന്താണ് വാട്ട് കംസ് അണ്ടർ ദ വാല്യൂ ഓഫ് സപ്ലൈ അണ്ടർ ജി എസ് ടി എന്ന് ചോദിക്കുകയാണെങ്കിൽ, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ ഈ 5 പോയിന്റുകൾ എന്താണ് പഠിച്ചു വെക്കണം എന്നുള്ളതാണ്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും ചിലപ്പം. അതായത് എന്താണ്, ലെറ്റസ് കൺസിഡർ ആൻ എക്സാമ്പിൾ ഓഫ് എക്സ്, എ മാനുഫാക്ചറർ സെല്ലിംഗ് ടൂൾസ് ആൻഡ് ഹാർഡ്വെയർസ് ലൈക്ക് ഡ്രിൽസ്, പോളിഷേഴ്സ്, സ്പേഡ്സ് എക്സെട്ര. അതായത് പലതരത്തിലുള്ള ആയുധങ്ങൾ വിൽക്കുന്നൊരു സ്ഥാപനമാണ്. ഹീ സെൽസ് പവർ ഡ്രിൽ ടു വൈ എ ഹോൾസെയിലർ. അപ്പോൾ ഈ എക്സ് എന്ന് പറഞ്ഞ ആൾ ഒരു ഹോൾസെയിലർക്ക് ഒരു പവർ ഡ്രില്ല് വിറ്റ്. ഇയാളൊരു മാനുഫാക്ചറാണ്. അതിൻ്റെ MRP എന്ന് വെച്ചാൽ 6000 രൂപയാണ്. ബട്ട് എക്സ് സെൽസ് ഇറ്റ് ഫോർ 4000. ബിഫോർ ജി എസ് ടി റെജീം ദ ഇൻവോയ്സ് വിൽ ലുക്ക് ലൈക്ക് ദിസ്. അതായത് 6000 രൂപേൻ്റെ സാധനം 4000 രൂപയ്ക്ക് വിറ്റാൽ ജി എസ് ടിക്ക് മുൻപ് എങ്ങനെ വരുന്നത് വെച്ചാൽ 4000 ഇവിടെ കാണിക്കും. അല്ലെ 4000-നല്ലേ വിറ്റത്. ഇതിന് MRP വരുന്നത് 6000 ആണെങ്കിൽ 4000-നാണ് വിറ്റത്. അതുകൊണ്ട് തന്നെ 4000 ഇവിടെ കാണിക്കും. അതിൻ്റെ എക്സൈസ് ചാർജ് 12% പണ്ട്, 500 വരും. അപ്പോൾ 4500. അതിൻ്റെ വാറ്റ് 14.5%. അപ്പോൾ ഈ ഒരു 4500-ൻ്റെ 14.5% വാല്യൂ ആഡഡ് ടാക്സ് അതും കൂടി വരുമ്പോൾ 5153 പണ്ടത്തെ നിരക്ക്. ഇനി ജി എസ് ടിൻ്റെ വാല്യൂ എങ്ങനെയാണ് വരിക? അപ്പോൾ അപ്പോഴും നമ്മൾ ഈ പറഞ്ഞ ഇയാൾ വിറ്റ വില തന്നെയാണ് വരിക. വിറ്റ വില കഴിഞ്ഞാൽ ഓക്കെ അത് 4000 തന്നെ. അപ്പോൾ എന്ത് വരുമെന്ന് വെച്ചാൽ 9% ഈ പറയുന്ന ടൂൾസിൻ്റെ ഒക്കെ 18% ടൂൾസിൻ്റെ ഒക്കെ ജി എസ് ടി. അപ്പോൾ 9% ഇതും 9%, അല്ല സി ജി എസ് ടി 9%, എസ് ജി എസ് ടി 9% വന്ന് 450 വന്ന് 4960 നിലവിൽ വരിക. ഇനി ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ഓഫ് സപ്ലൈ ആണ്. അതായത് വാല്യൂ ഓഫ് സപ്ലൈ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യും? The value of supply of goods or services where the consideration is not wholly in money. കൺസിഡറേഷൻ ഫുൾ പൈസക്കല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ വാല്യൂ ഓഫ് സപ്ലൈ? ചിലത് പൈസ അല്ലാണ്ട് തന്നെ നമ്മൾ ചിലത് എന്താണ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് കൈൻഡ് ഉണ്ടാവും. അല്ലെ അസറ്റൊക്കെ കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ നമ്മൾ കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ്. വേർ ദ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഈസ് ഫോർ എ കൺസിഡറേഷൻ നോട്ട് ഹോളി ഇൻ മണി, ദ വാല്യൂ ഓഫ് സപ്ലൈ ഷാൽ ബി ദ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഓഫ് സച്ച് സപ്ലൈ. ആ സപ്ലൈൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ആണ് വരിക. ഓക്കെ, സോ ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ഓഫ് സപ്ലൈ ഫുള്ളായിട്ട് പൈസ കൊടുക്കാത്ത എന്തെങ്കിലും ഇൻ കൈൻഡൊക്കെ എന്തെങ്കിലും എക്സ്ചേഞ്ച് നടക്കുന്ന ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ എങ്ങനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ വരിക എന്നുള്ളതാണ്. ടു ബി ദ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ. അപ്പോൾ നോക്കണ നേരത്ത് ആ സാധനത്തിൻ്റെ ഇപ്പോൾ എന്തെങ്കിലും അതിൻ്റെ ഓപ്പൺ മാർക്കറ്റ്, ഇപ്പോൾ നിലവിൽ അതിൻ്റെ മാർക്കറ്റ് വില എന്താണെന്ന് നോക്കുക.
ഇഫ് ദ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഇസ് നോട്ട് അവൈലബിൾ. അപ്പോൾ ആദ്യം പറഞ്ഞത് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ നോക്കാനാണ്, അത് കിട്ടിയില്ലെങ്കിൽ ഇഫ് ദ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഇസ് നോട്ട് അവൈലബിൾ ബി ദ സം ടോട്ടൽ ഓഫ് കൺസിഡറേഷൻ. അതായത് ഇപ്പോൾ പൈസ ആയിട്ടോ മറ്റെന്തെങ്കിലും സാധനങ്ങളോ തന്നിട്ടുണ്ടെങ്കിൽ അത് രണ്ടും കൂടി കൂട്ടിയിട്ട് അതിൻ്റെ വില കൃത്യമായിട്ട് കണക്കാക്കിയിട്ട് അതാണ് വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് കണക്കാക്കേണ്ടത്. ഇഫ് ദ വാല്യൂ ഓഫ് സപ്ലൈ ഇസ് നോട്ട് ഡിറ്റർമിനബിൾ അണ്ടർ ക്ലോസ് എ ഓർ ക്ലോസ് ബി, ദ വാല്യൂ ഓഫ് സപ്ലൈ ഓർ ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ബി ലൈക്ക് കൈൻഡ് ആൻഡ് ക്വാളിറ്റി. ക്വാളിറ്റീൻ്റെ അടിസ്ഥാനത്തിൽ അത് കണക്കാക്കാവുന്നതാണ്. ഇഫ് ദ വാല്യൂ ഇസ് നോട്ട് ഡിറ്റർമിനബിൾ under clause A or clause B or clause C, be the sum total of consideration in money and such further amount in money that is equivalent to consideration not in money. അപ്പോൾ എന്താണ് അങ്ങനെ വന്നിട്ടില്ലെങ്കിൽ എന്താണ് സം ടോട്ടൽ ഓഫ് കൺസിഡറേഷൻ ആയിട്ട് കണക്കാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആദ്യം ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക, രണ്ടാമത്തേത് ഫുള്ളായിട്ടൊന്ന് നോക്കുക, പിന്നെ ഇതിൽ എന്താണ് സം ടോട്ടൽ ഓഫ് കൺസിഡറേഷൻ വരെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എങ്ങനെയാണ് വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് വെദർ ദ കൺസിഡറേഷൻ ഇസ് നോട്ട് ഹോളി ഇൻ മണി വരികയാണെങ്കിൽ. ഇല്ലസ്ട്രേഷൻസ് കൊടുത്തിട്ട് വേറെ ടി വി സെറ്റ് ഇസ് സപ്ലൈഡ് ഫോർ ₹30,000 along with exchange of an old TV set. If the price of the new TV set without exchange is 34,000, the open market value of the TV set is 34,000. നമ്മളൊരു ടി വി സെറ്റ് ഒരാൾക്ക് കൊടുത്തു, അതിന് ബദലായിട്ട് പഴയ ടി വി സെറ്റ് നമ്മൾ വാങ്ങി. കൺസിഡറേഷൻ ഉണ്ടല്ലോ, പഴയ ടി വി സെറ്റ് നമ്മൾ വാങ്ങുന്നു, പുതിയ ടി വി സെറ്റ് കൊടുക്കുന്നു. അപ്പോൾ കൊടുത്ത തുക 30,000 ആണെങ്കിലും അതിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വില 34,000 ആണെങ്കിൽ അവിടെ വാല്യൂ ഓഫ് സപ്ലൈ ആയിട്ട് 34,000 വരും. അതിനാണ് GST അടയ്ക്കേണ്ടി വരിക. Where a laptop is supplied for ₹40,000 along with a barter printer that is manufactured by a recipient and the value of the printer is known at the time of supply is 5,000, but the open market value of the laptop is unknown, then the value of laptop is 45,000. അതായത് ഒരു ലാപ്ടോപ്പിൻ്റെ വില 40,000 ഇട്ടിട്ടാണ് കൊടുത്തത്, അതിൻ്റെ കൂടെ ഒരു പ്രിൻ്ററും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രിൻ്ററിൻ്റെ ശരിക്കുള്ള വില അതിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ 5,000 ആണ്, പക്ഷേ ഇതിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ അല്ല, ഇതിന് നമ്മൾ വില കണക്കാക്കിയ 40,000 ആണ്. അങ്ങനെ വരുന്ന നേരത്തെ ഈ 40,000 കൂടെ ഈ 5,000 കൂടി കൂട്ടിയിട്ട് കൊടുക്കുക. അതായത് ഇപ്പോൾ പറഞ്ഞത് ഇവിടെ ഇതിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ 34,000 വന്നതുകൊണ്ടാണ് ഇത് ഇട്ടത്. ഇവിടെ ഇതിൻ്റെ വില 40,000 പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്, വെറുതെ കൊടുക്കുന്നതാണ്. അതിന് ബദലായിട്ട് എന്താ സാധനം വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ വില അറിയില്ല. ഈ ഒരു പ്രിൻ്ററും കൊടുത്തതിൻ്റെ കൂടെ അതിൻ്റെ ഓപ്പൺ മാർക്കറ്റ് വാല്യൂ, അതിൻ്റെ മാർക്കറ്റ് വില 5,000 ആണ്, പക്ഷേ അതിൽ എന്താണ് അതിന് വില ഇട്ടിട്ടില്ല അവർ. അപ്പോൾ ഈ 5,000 ഇതിന് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ ഇടുക പ്രിൻ്ററിന്, ഈ 40,000 ഇതിൻ്റെ വാല്യൂ ആയിട്ട് എന്ത് ലാപ്ടോപ്പിൻ്റെ വാല്യൂ ഇട്ടിട്ട് 45,000 ആണ് വില വരിക. ഓക്കെ ഇനി നമുക്ക് നോക്കാനുള്ളത് ദ വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ബിറ്റ്വീൻ ഡിസ്റ്റിങ്ക്റ്റ് ഓർ റിലേറ്റഡ് പേഴ്സൺസ് അതർ ദാൻ ത്രൂ ആൻ ഏജൻറ്റ്. പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന വ്യക്തികളോ അല്ലെങ്കിൽ ഒരു റിലേറ്റഡ് പേഴ്സൺസോ ഒരു ഏജൻറ്റ് മുഖാന്തരം അല്ലാണ്ട് ഗുഡ്സ് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ വെദർ എന്താണ് അത് ഇൻ കൈൻഡിലോ അല്ലെങ്കിൽ കൃത്യമായിട്ടൊരു വാല്യൂ ഇല്ലെങ്കിൽ എന്താണ് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ തന്നെ എടുക്കുക. അത് കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് കൈൻഡിൻ്റെ ക്വാളിറ്റിയും വാല്യൂ നോക്കുക. നമ്മൾ എന്തെങ്കിലും ബദലായിട്ട്, അതായത് ഒരാളൊരു സ്ഥലം കൊടുത്തു, അതിന് ബദലായിട്ട് സ്ഥലമല്ല, ഒരാളൊരു കമ്പ്യൂട്ടറായി കൊടുത്തു, അതിന് ബദലായിട്ട് ഒരാൾ ലാപ്ടോപ്പ് തന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇൻ കൈൻഡിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് എന്താണ് അതിന് വില കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ ഇഫ് ദ വാല്യൂ ഇസ് നോട്ട് ഡിറ്റർമിനബിൾ അണ്ടർ ദ ക്ലോസ് എ ഓർ ബി, ബി ദ വാല്യൂ ഡിറ്റർമിൻഡ് ബൈ ദ ആപ്ലിക്കേഷൻ ഓഫ് റൂൾ 4 അല്ലെങ്കിൽ 5. അപ്പോൾ ക്ലോസ് എ ഓർ ബി ഈ ഒരു രണ്ട് പ്രകാരം നമുക്ക് വാല്യൂ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താണ് റൂൾ 4 റൂൾ 5 പ്രകാരം വാല്യൂ കണ്ടെത്തുക എന്നുള്ളതാണ്. അതൊന്ന് നോക്കി വെക്കുക. പിന്നെ ഒരു ഏജൻറ്റ് മുഖാന്തരം സപ്ലൈ നടത്തുകയാണെങ്കിൽ എന്താണ് അത് ഓപ്പൺ മാർക്കറ്റ് വാല്യൂ പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വാല്യൂ കണ്ടെത്തേണ്ടത്. പിന്നെ വാല്യൂ ഓഫ് സപ്ലൈ ഓർ ഗുഡ്സ് ഓർ ബോത്ത് ബേസ്ഡ് ഓൺ കോസ്റ്റ് ആണെങ്കിൽ വേർ ദ വാല്യൂ ഓഫ് എ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓൺ ഓർ ബോത്ത് ഈസ് നോട്ട് ഡിറ്റർമിനബിൾ ബൈ എനി അതർ പ്രൊസീഡിംഗ് റൂൾസ്, ദ വാല്യൂ ഷാൽ ബി 110% ഓഫ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്കൊരു തരത്തിലും ഒരു ഗുഡ്സിൻ്റെ വാല്യൂ കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 10% കൂടി ആഡ് ചെയ്യുക. 110% ആഡ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 100 രൂപേൻ്റെ സാധനമാണെങ്കിൽ 10 രൂപയും കൂടി, അത് 110% എന്ന് വെച്ചാൽ ഒരു 10 രൂപ കൂടി ആഡ് ചെയ്താൽ 110 ആവില്ലേ. അങ്ങനെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ അങ്ങനെ കണക്കാക്കുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് നമുക്കൊരു തരത്തിലും അതിൻ്റെ വാല്യൂ കണക്കാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഒരു 10% കൂടി കൂട്ടി 110% ആക്കി മാറ്റുക എന്നുള്ളതാണ്. പിന്നെ റെസിഡ്യൂവൽ മെത്തേഡ് ഫോർ ഡിറ്റർമിനേഷൻ ഓഫ് വാല്യൂ ഓഫ് സപ്ലൈ ആണ്. അപ്പോൾ വേർ ദ വാല്യൂ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് both cannot be determined under rules 1 to 4. Okay, then residual method for determination of value of goods or supply or service both, where the value of goods or supply or where the value of supply of goods or service or both cannot be determined under section 1 to 4. Under rule 1 to 4, the same shall be determined using reasonable means consistent with the principles. അതായത്
ചിലപ്പോൾ എന്താണ് റൂൾ 1 മുതൽ 4 വരെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പ്രകാരവും നമുക്ക് ഈ പറഞ്ഞ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും സപ്ലൈ വാല്യൂ കണക്കാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പ്രിൻസിപ്പിൾസിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് കറൻസി. റേറ്റ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഡിറ്റർമിനേഷൻ ബൈ വാല്യൂ ഓഫ് ടാക്സബിൾ ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് ഷാൽ ബി applicable reference rate for that currency as determined by the Reserve Bank of India on date of time of supply. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വായിച്ചു നോക്കിയാൽ മതി. കാര്യം അതിനൊന്നും വലിയൊരു കാര്യങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ കുറച്ച് കണക്കിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഇല്ലസ്ട്രേഷൻ 1 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈയെ കുറിച്ചിട്ടാണ്. അതായത് ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിലാണ്. ഒരു സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നത് 10,000 രൂപേൻ്റെ ഒരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെന്താണ്, അത് ഇല്ലസ്ട്രേഷൻ 1 എന്ന് പറയുന്നത് ഇതിന് മുകളിൽ ഇല്ല. ഇവിടെ പിന്നെ 18% ടാക്സ് റേറ്റ് ആണ്. അത് 900 വെച്ചിട്ട് ഇതിപ്പോൾ 10,000-ൻ്റെ 1,800 ആണല്ലോ. അതിവിടെ കൊടുത്തതേ ഉള്ളൂ. 10,000 സാധനമാണെങ്കിൽ അത് 12% ടാക്സ് നിരക്ക് വരികയാണ്. ഇത് എക്സാമ്പിൾ മാത്രമാണിത്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഇവിടെ ഒരു ഇല്ലസ്ട്രേഷൻ 2 കൊടുത്തിട്ടുണ്ട്. അതും പലതരത്തിലല്ലേ നമ്മൾ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ വരുന്ന നേരത്തെ അതിപ്പോൾ ടാക്സ് നിരക്ക് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആകുമ്പോൾ IGST 18%, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ കേരളത്തിനുള്ളിൽ തന്നെ നടക്കുന്നത് രാജു ടു സലീം ആണ് സപ്ലൈ. 10,000 രൂപയുടെ സാധനമാണ്. 18% GST വരികയാണെങ്കിൽ ഇൻട്രാ സ്റ്റേറ്റ് വരുമ്പോൾ CGST SGST വരും 900. നേരെ മറിച്ചിട്ട് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ കർണാടകയിലുള്ള മനോജിന് സലീം അയക്കുന്ന സാധനമാണെങ്കിൽ 12,000 രൂപയുടെ സാധനമാണെങ്കിൽ 18% IGST വരിക. അത് ഡയറക്റ്റ് കൊടുക്കുക. പിന്നെ ഗവൺമെൻറ്റിന് സപ്ലൈ ചെയ്യുകയാണെങ്കിൽ IGST വരിക. പിന്നെ എന്താണ് അതിന് CGST കുറയ്ക്കുക, SGST 900 കുറയ്ക്കുക. 3,200 അല്ല 360 വരുള്ളൂ. ഓക്കെ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ട് GST ആണ്. സെയിൽസ് എമൗണ്ട് വിത്തിൻ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വായിച്ചു പോയാൽ മതി. കാര്യം ഇതൊന്നും അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളല്ല. പിന്നെ ഇവിടെ IGST റേറ്റ് ആണ്. അത് 9%. അതായത് ഓൺ പർച്ചേസ് ഓഫ് ഗുഡ്സ് വിത്തിൻ സ്റ്റേറ്റ് CGST and SGST will be charged. On sale on goods outside state IGST will be charged. What will be the rate of IGST? അതായത് CGSTയും SGSTയും കൂടി കൂട്ടുന്ന റേറ്റാണ് IGSTയിൽ വരിക എന്നുള്ളതാണ്. ഇപ്പോൾ 18% ടാക്സ് റേറ്റ് GST വരുന്ന ഇപ്പോൾ നമ്മൾ കേരളത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ മിസ്റ്റർ അനിലുണ്ട്, മിസ്റ്റർ ബാബു ഉണ്ട് എന്ന് കരുതുക. അനിൽ ബാബുവിന് സാധനം അയച്ചു, ബാബു പൈസ കൊടുത്തു. അപ്പോൾ അത് കേരളത്തിനുള്ളിലാണെന്ന് കരുതുക. അപ്പോൾ അത് എന്താണ്, ഇൻട്രാ സ്റ്റേറ്റ് ആണ് അല്ലെ, ഇൻട്രാ സ്റ്റേറ്റ് ആണ് കേരളത്തിനുള്ള. അപ്പോൾ അതിൽ എന്ത് വരും, സെൻട്രൽ GST വരും, CGST വരും, സ്റ്റേറ്റ് GST വരും, SGST വരും. അപ്പോൾ ഇത് 18% GST ആണെങ്കിൽ എന്താണ്, ഇത് 9% വരും, ഇത് 9% വരും. അതിപ്പോൾ കേരളത്തിൽ നിന്ന് ഈ ബി ഉള്ളത്, ബാബു ഉള്ളത് തമിഴ്നാട്ടിലാണെന്ന് കരുതുക. അപ്പോൾ ഇൻ്റർ സ്റ്റേറ്റ് ആയി. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുക. ഈ SGSTയും CGST രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ IGST എത്ര വരും, 18%. ഡയറക്റ്റ് GST വരിക ചെയ്യാം. സപ്പോസ് CGST 2 SGST 2 ആണെങ്കിൽ IGST എന്താണ് 2 ചേർത്ത് 5% വരും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കുക. ഇൻ്റർ സ്റ്റേറ്റ് സെയിൽസും കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ, അതിൽ ഔട്ട്പുട്ട് GST ഇൻപുട്ട് GST ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതൊക്കെ എന്താണ് പലതരത്തിലുള്ള കണക്കുകളാണ്. Mr. Ashwant purchased goods 1 lakh locally. He sold goods locally for rupees 1,50,000. If CGST is 12% and SGST is 12%, then what is net GST payable? അപ്പോൾ ആദ്യം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ 1,50,000 12% എടുക്കുക. CGST 18,000. അത് കഴിഞ്ഞിട്ട് ഇൻപുട്ട് ടാക്സ് ഇയാൾ വാങ്ങിയത്, അതായത് ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ അശ്വന്ത് ഇവിടെ 1,00,000 സാധനം വാങ്ങി, ലോക്കലി തന്നെ വാങ്ങി. അതിനാണ് GST അടച്ചിട്ടുണ്ടാവും. അതിനാണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുക. അത് കുറയ്ക്കണം ഇരുന്ന്. അത് കഴിഞ്ഞിട്ട് എന്താണ് ഇയാൾ ഈ പറഞ്ഞ മാതിരി ഇത് വിറ്റ് അതിനാണ്. അപ്പോൾ വിൽക്കുമ്പോഴാണല്ലോ GST വരിക, സപ്ലൈക്ക് വാങ്ങുമ്പോൾ. അപ്പോൾ ഇത് വാങ്ങണ നേരത്തെ ഇയാളെ സപ്ലയർ അടച്ച GST ഇയാൾ ഇതിന് അടച്ചിട്ടുണ്ട്. എന്നിട്ട് ഇയാളിത് മറിച്ച് വിൽക്കുകയാണ്. അപ്പോൾ ഇതിനടച്ച GST നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ സാധനത്തിന് വില എവിടെ എത്തിപ്പോലെ ഓരോരുത്തരുടെ ടാക്സ് ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി അവസാനം വെക്കുന്ന ആളുടെ വില നോക്കുക, അതിൻ്റെ GST എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ വരുന്ന നേരത്ത് ഇയാൾ വിൽക്കുമ്പോഴുള്ള GST ആയി നോക്കുക. 1,50,000 CGSTയും SGSTയും. അപ്പോൾ 1,50,000 12% രണ്ടിനും വെച്ചെടുത്തിട്ട് എന്താണ് ചേർത്തിട്ട് CGST എന്താണ് 12%, SGST 12%, 18,000 എടുത്ത്
ഇൻപുട്ട് ഇതിൻ്റെ 12% രണ്ടിൻ്റെ എടുക്കുക, എന്നിട്ട് കുറയ്ക്കുക. അപ്പോൾ രണ്ടും കൂടി കുറഞ്ഞ നേരത്തെ ഇതാണ് 6000 വന്നു. അപ്പോൾ നെറ്റ് GST പേബിൾ CGST 6000, SGST 6000 ആണ്. അപ്പോൾ ഇതിന് വാങ്ങുമ്പോൾ കൊടുത്ത GST ഉണ്ടല്ലോ 12%, അത് രണ്ടിന്നും കുറയ്ക്കുക. വിൽക്കുമ്പോൾ കൊടുത്ത എന്താണ് GST വെച്ചിട്ട് വേണം ഇത് കുറയ്ക്കാനായിട്ട്. അപ്പോൾ 1,50,000 വിറ്റത്, അതിൻ്റെ CGST SGST ഇവിടെ എഴുതി വെക്കുക. എന്നിട്ട് വാങ്ങുമ്പോൾ വാങ്ങി എന്താണ് CGST SGST എഴുതിയിട്ട് കുറയ്ക്കുക. അപ്പോൾ 6000 CGST ആയിട്ടും 6000 SGST ആയിട്ടും എന്താ ചെയ്യുക നമ്മൾ കുറയ്ക്കേണ്ടത്. പിന്നെ പല ഇല്ലസ്ട്രേഷൻസ് ആണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ മെയിനായിട്ട് കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെ എന്താണ് ABC Limited sells a batch of electronic gadgets of XYZ Limited of ₹10 lakh. The following additional cost incurred: packing charge 2000, freight charge 50,000, cash discount 10,000, raw material cost of എന്താണ് also provide raw material to ABC Limited free of cost. These material എന്താണ് 1 ലക്ഷം. ട്രാൻസാക്ഷൻ വാല്യൂ 10 ലക്ഷമാണ് അല്ലേ, വിറ്റത് എത്രയാണ് 10 ലക്ഷത്തിനാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ വാല്യൂ 10 ലക്ഷം, പാക്കിംഗ് ചാർജ് 20,000, അപ്പോൾ 10 ലക്ഷത്തിനോട് 20,000, ഫ്രീറ്റ് ചാർജ് കൂട്ടുക, റോ മെറ്റീരിയലിൻ്റെ വില കൂട്ടുക, 11,70,000. എന്നിട്ട് വാല്യൂ ഓഫ് സപ്ലൈ എത്ര വരും? ഈ 11,70,000. ഈ ഡിസ്കൗണ്ട് നോക്കണ്ട, ഈ വിറ്റ വില, അതിൻ്റെ കൂടെ പാക്കിംഗ് ചാർജ്, അതിൻ്റെ കൂടെ ഫ്രൈറ്റ്, അതിൻ്റെ കൂടെ ഇതും എല്ലാം കൂടി ആഡ് ചെയ്യാം. പിന്നെ അടുത്ത എന്താണ് MNO ലിമിറ്റഡ് സെൽസ് ഫർണിച്ചർ ടു PQR ലിമിറ്റഡ് ഫോർ ₹5 lakh. ഇൻസ്റ്റാളേഷൻ ചാർജ് 25,000, സബ്സിഡി 50,000 കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സബ്സിഡി നമ്മൾ എന്താണ് ഫ്രം ഗവൺമെൻറ് ഫോർ പ്രൊമോട്ടിങ്. അപ്പോൾ സബ്സിഡി കൂട്ടരുത്, ഇത് രണ്ടും കൂട്ടുക, ഇതും കൂട്ടുക. ട്രേഡ് ഡിസ്കൗണ്ട് കുറയ്ക്കുക. അപ്പോൾ ഇവിടെ ക്യാഷ് ഡിസ്കൗണ്ട് ആണെങ്കിൽ ഒന്നും ചെയ്യരുത്, ക്യാഷ് ഡിസ്കൗണ്ട് കുറയ്ക്കരുത്. പക്ഷേ ട്രേഡ് ഡിസ്കൗണ്ട് ആകുമ്പോൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. അപ്പോൾ ഇതും സാധനം വാങ്ങാൻ വന്ന ചിലവ് 5 ലക്ഷമാണ്, അതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ 25,000 വന്ന്, അതിന് സബ്സിഡി കിട്ടിയിട്ട് 50,000. അത് കുറയ്ക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് വാങ്ങണ നേരത്തെ ഒരു ട്രേഡ് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട് 20,000. ഇത് രണ്ടും കൂട്ടുക, ഇത് കുറയ്ക്കുക. ഓക്കെ, അതാണ് അതിൻ്റെ വാല്യൂ ഓഫ് സപ്ലൈ. പിന്നെ ABC Private Limited has provided the following particulars relating to goods sold to XYZ Private Limited. Determine the value of taxable supply made by ABC Private Limited. Price of goods 1 ലക്ഷം, പാക്കിംഗ് ചാർജ് 10,000, കമ്മീഷൻ 8,000, ടാക്സ് ലെവിഡ് ബൈ മുനിസിപ്പൽ അതോറിറ്റി 2,000, സബ്സിഡി കിട്ടിയിട്ടുണ്ട് 1,000. പ്രൈസ് ഓഫ് ഗുഡ്സ്, പാക്കിംഗ് ചാർജ്, കമ്മീഷൻ, മുനിസിപ്പൽ അതോറിറ്റി വാങ്ങിയ ടാക്സ് കൂട്ടുക, സബ്സിഡി അതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ. സബ്സിഡി ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സബ്സിഡി ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സബ്സിഡി ഇവിടെ 1000 രൂപ ഗവൺമെൻറ് കിട്ടിയ സബ്സിഡി അല്ല, അത് ശ്രദ്ധിക്കണേ. ഗവൺമെൻറ് കിട്ടിയ സബ്സിഡി ആണെങ്കിൽ ആഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇത് ആഡ് ചെയ്യണം കേട്ടോ. ഗവൺമെൻറ് കിട്ടിയ സബ്സിഡി ആണെങ്കിൽ ഇത് NGO നോൺ ഗവൺമെൻറ് അതോറിറ്റി ഓഫീസിൽ നിന്ന് കിട്ടിയതാണ്, അതുകൊണ്ട് അത് ആഡ് ചെയ്യാം. അപ്പോൾ അത് കിട്ടി. പിന്നെ എന്താണ് ഫർണിച്ചർ ഷോപ്പ് ഓഫേഴ്സ് സോഫ. അപ്പോൾ അതിൽ പ്രൈസ് വരുന്നത് 25,000 ആണ്, അതിന് 10% ഡിസ്കൗണ്ട് ഉണ്ട്, അതിന് GST കാൽക്കുലേറ്റ് ചെയ്യലാണ്. ഒറിജിനൽ പ്രൈസ് ഇടുക, അതിന് ഡിസ്കൗണ്ട് കുറയ്ക്കുക, 2,500. അപ്പോൾ ഒറിജിനൽ പ്രൈസിന് ഡിസ്കൗണ്ട് പ്രൈസ് കുറച്ചാൽ 22,500, അതിന് GST കാണുക. അപ്പോൾ 12% എന്താണ് GST എമൗണ്ട്. അപ്പോൾ 22,500 12% കാണാം. അപ്പോൾ GST അടയ്ക്കേണ്ടത് എത്രയാണ് 2,700. അപ്പോൾ 22,500 12% 2,700 കൂടി കൂട്ടിയിട്ട് 25,200 ടാക്സ് പേയബിൾ, ടോട്ടൽ എമൗണ്ട് പേയബിൾ. ഇത് ഒറിജിനൽ പ്രൈസാണ്, അതിന് ഡിസ്കൗണ്ട് 10% പറയുന്നുണ്ട്. അപ്പോൾ അത് കുറയ്ക്കുക, അതിൻ്റെ GST നിരക്ക് 12%. അപ്പോൾ ഡിസ്കൗണ്ട് കഴിച്ചാൽ വിലയിൽ നിന്ന് 12% കൂട്ടുക, അപ്പോൾ 22,500. അതിൻ്റെ കൂടെ 22,500 × 12/100, അപ്പോൾ 2,700. അപ്പോൾ 22,500 2,700 കൂട്ടിക്കഴിഞ്ഞാൽ 25,200. ഓക്കെ, ഇനി അടുത്തത് ക്വസ്റ്റ്യൻ 5 ആണ്. അടുത്തൊരു ചോദ്യം നോക്കുക. ക്വസ്റ്റ്യൻ 5. എ ട്രേഡർ സെൽസ് ഫോളോയിങ് ഐറ്റംസ്. റെഫ്രിജറേറ്റർ 30,000, GST റേറ്റ് 18%. വാഷിംഗ് മെഷീൻ 20,000, GST റേറ്റ് 28%. ട്രേഡർ ഓൾസോ ഓഫേഴ്സ് 10% ഓൺ ടോട്ടൽ ഇൻവോയ്സ്. ടോട്ടൽ ഇൻവോയ്സിന് 10% കുറയ്ക്കുന്നുണ്ട്. കാൽക്കുലേറ്റ് ദ GST പേബിൾ ഓൺ ബോത്ത് ഐറ്റംസ്. അപ്പോൾ റെഫ്രിജറേറ്റർ 30,000 10% കുറയ്ക്കും, 31,500 വരും. അപ്പോൾ അത് 31,500 വന്ന് വാഷിംഗ് മെഷീനിന് 20,000 എന്താണ് 10% ഡിസ്കൗണ്ട് കുറയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനും 18,000 വരുള്ളൂ, 20,000 2,000 കുറയും. ഇതിന്ന് 35,000 3,500 കുറയുമ്പോൾ 31,500 വന്ന് 20,000 ഈ പറഞ്ഞ 2,000 കുറയുമ്പോൾ 18,000 വന്ന്. എന്നിട്ട് റെഫ്രിജറേറ്ററിന് GST കാണാം. ആ റെഫ്രിജറേറ്ററിന് 18% GST, 31,500 18% GST 5,670 ആണ്. 18,000 28% GST എത്രയാണ്? അത് 5,040 ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ GST തന്നെ 10,710 വന്ന്. ടോട്ടൽ എമൗണ്ട് പേബിളോ ഈ 31,500, അതിൻ്റെ കൂടെ ഈ ഒരു വാഷിംഗ് മെഷീന് 18,000, അതിൻ്റെ കൂടെ ടോട്ടൽ GST എത്ര വന്ന് ഈ പറഞ്ഞ 10,710. അപ്പോൾ 60,210 രൂപയാണ് എന്ത് ടോട്ടൽ എമൗണ്ട് പേയബിൾ. ഓക്കെ, അങ്ങനത്തെ കണക്കുകൾ സിമ്പിൾ, ഇങ്ങനത്തെ കണക്കുകൾ ചിലപ്പം ചോദിക്കും. അത് എളുപ്പമാണ് എഴുതാനായിട്ട്. ആ നിരക്കുകൾ ഒക്കെ കൊടുക്കും. അപ്പോൾ എന്താണ് അതെന്ന് നോക്കിയിട്ട് എഴുതി വെച്ചാൽ മാത്രം മതി.
പിന്നെ വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 7 ബിസിനസ് ഇമ്പോർട്ട്സ് പ്രൊഫഷണൽ കൺസൾട്ടൻസി സർവീസ്. അപ്പോൾ പ്രൊഫഷണൽ കൺസൾട്ടൻസി സർവീസ് ഇമ്പോർട്ട് ചെയ്യുന്നൊരു ബിസിനസ്സാണ് 2 ലക്ഷം. ഇത് അപ്ലിക്കബിൾ GST റേറ്റ് അണ്ടർ റിവേഴ്സ് ചാർജ് മെക്കാനിസം RC. അത് ഇമ്പോർട്ട് ആയതുകൊണ്ട് റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണല്ലോ, വാങ്ങുന്ന ആളാണ് GST കൊടുക്കേണ്ടത്, ഡയറക്റ്റ് ആയി തന്നെ കൊടുക്കേണ്ടത്. മറ്റേത് വിൽക്കുന്ന ആൾ കൊടുത്ത് നമ്മളെ കയ്യിൽ നിന്ന് ഈടാക്കാണല്ലോ ചെയ്യാം. അത് 18% GST ഇതിന്. കമ്പനി ഓൾസോ പർച്ചേസ് റോ മെറ്റീരിയൽ 1 ലക്ഷം ലോക്കലി വിത്ത് GST റേറ്റ് 12%. കാൽക്കുലേറ്റ് GST പേബിൾ അണ്ടർ RCM. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എത്ര വരും? നെറ്റ് GST. അപ്പോൾ GST പേബിൾ അണ്ടർ RCM എത്രയാണ്? ഈ 2 ലക്ഷത്തെ സാധനം വാങ്ങിയത് 18% കാണാം, 36,000. GST കൊടുത്ത് റോ മെറ്റീരിയലിന് 1 ലക്ഷത്തിൻ്റെ റോ മെറ്റീരിയലിന് 12% GST കൊടുത്തു, അത് 12,000 വന്നു. അപ്പോൾ അത് ITC ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫ്രം റോ മെറ്റീരിയൽ 12,000 ആണ്. ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫ്രം RCM 36,000 ആണ്. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 47,000 രൂപ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആണ്. അടുത്ത നമ്മൾ അത് വിൽക്കണ നേരത്ത് ഈ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞത്, നെറ്റ് GST പേബിൾ കിട്ടൂല. കാര്യം എന്താണ്, ഇവിടെ ഓൾറെഡി RCM, അതായത് ഇവിടെ നമ്മുടെ റിവേഴ്സ് ചാർജ് മെക്കാനിസം അടച്ചത് കൊണ്ട് ഇവിടെ GST വേറെ അടയ്ക്കേണ്ട കാര്യം വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇല്ല ക്വസ്റ്റ്യൻ നമ്പർ 8 റെസ്റ്റോറൻറ്റ് പ്രൊവൈഡർ കോംബോ മീലാണ്. അതിൽ ഫുഡും ബിവറേജും വരുന്നുണ്ട്. ഒരു 1200 നിരക്ക്. GST റേറ്റ് ഫുഡിന് 5%, ബിവറേജ് നോൺ ആൽക്കഹോളിക്കിന് 18%. മീൽ നോക്കിക്കഴിഞ്ഞാൽ അത് 80% ഫുഡും 20% GST ആണ്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 80% ഫുഡും 20% GST ആണ്. അപ്പോൾ ഫുഡ് 1200 80%, 960. ബിവറേജ് 1200 20%, 240. അപ്പോൾ ഇതിൻ്റെ GST എത്ര? ഫുഡിൻ്റെത് 5%. അപ്പോൾ ഇതിൻ്റെ 5% കാണുക, 48 രൂപ. 240 രൂപയാണ് ബിവറേജിന് വന്നത്. കുടിക്കുന്ന സാധനം നോൺ ആൽക്കഹോളിക്കാണ്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ്. 240-ന് 18%, 43 രൂപ 20 പൈസയാണ്. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്താണ്, 48, 43 രൂപ 20 പൈസ, 91 രൂപയാണ് GST വരിക. അപ്പം 1200 ഈ 91.20 വരുമ്പോൾ 1291.20 പൈസയും എന്താണ് വരും. അതായത് 1291 രൂപ 20 പൈസയാണ് ടോട്ടൽ എമൗണ്ട്. GST വരെ 91 രൂപ 20 പൈസ. ഓക്കെ, പിന്നെ വരുന്ന എന്താണ്, എ കമ്പനി സെൽസ് ഗുഡ്സ് വർത്ത് ₹10 lakh ത്രൂ ആൻ ഇ-കോമേഴ്സ് പ്ലാറ്റ്ഫോം on which 18% GST is applicable. The platform charges a commission of ₹10 lakh plus 18% GST for the services rendered. The company also receives ITC for office supplies worth ₹50,000. Calculate GST payable on sales, GST payable on e-commerce platform commission, input tax credit available. അപ്പോൾ അതിൽ ഓരോന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 1 ലക്ഷത്തിൻ്റെ സാധനമാണ് വിൽക്കുന്നത്. അതിൽ 18% GST, കമ്മീഷന് 1 ലക്ഷം, അതിന് പ്ലസ് ഒരു 18% GST ഉണ്ട്, സർവീസ് റെൻഡേഡ്. പിന്നെ ITC എന്താണ്, 50,000 രൂപേൻ്റെ സാധനം വാങ്ങിയിട്ട് അതിന് 12% GST ITC കിട്ടണം. അപ്പോൾ GST ഓൺ സെയിൽസ് നോക്കുക, അതായത് ഇതിന് എത്ര GST വരുന്നത് 18%, അത് കാൽക്കുലേറ്റ് ചെയ്യുക. 10 ലക്ഷത്തിൻ്റെ 18%, 1,80,000. ഇ-കോമേഴ്സിൻ്റെ GST പറയുന്നുണ്ട്. ഇ-കോമേഴ്സ് 1 ലക്ഷത്തിന് 18% GST പറയുന്നുണ്ട്. അപ്പോൾ 1 ലക്ഷത്തിന് 18% GST 18,000. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി. ഇനി ടോട്ടൽ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഫ്രം കമ്മീഷൻ 18,000, ഫ്രം ഓഫീസ് സപ്ലൈ, അതായത് ഈ പറയുന്ന 50,000-ൻ്റെ ഇതിനും ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിൽ വരുന്നതാണ്. കമ്മീഷൻ്റെ 2 ITCയിൽ വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ 18,000, ഈ 50,000-ൻ്റെ 12% 6,000, അതും ITCയിൽ വരുന്നതാണ് 24,000. അപ്പോൾ നെറ്റ് GST പേബിൾ ഈ 1,80,000-ന് 24,000 കുറച്ചാൽ 1,56,000 വരുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കണക്കുകളാണ് ഇതിലൊക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കി പിന്നെ അതോടുകൂടി ഈ ഒരു മോഡ്യൂൾ കഴിയാണ്, നമ്മുടെ 3ാമത്തെ മോഡ്യൂൾ കഴിയാണ്. നമ്മൾ പിന്നെ 4ാമത്തെ മോഡ്യൂൾ, അത് കംപ്ലീറ്റ് ആയിട്ട് ഇനിയും തിയറി തന്നെയാണ്, രജിസ്ട്രേഷനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ ഏരിയാസൊക്കെ ഒരുപാട് നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. നന്നായിട്ട് വായിച്ച് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.